ഞാൻ ഇവിടെ മരുന്ന് മേടിച്ചതിന്റെ സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കുന്നില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്തതിന്റെ പൈസ കൊടുക്കുന്നില്ല. അപ്പൊ ഗവൺമെന്റിന് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെങ്കിൽ ഇതെന്താ കൊടുത്ത? ഇപ്പൊ പ്രഖ്യാപിച്ച കാര്യങ്ങളുണ്ടല്ലോ, പെൻഷൻ, മറ്റേത് DA, അതിനുവേണ്ടി ജോയിന്റ് രജിസ്ട്രാർമാർ സഹകരണ വകുപ്പിലെ ബാങ്കുകൾ കയറി ഇറങ്ങാണ്. എല്ലാ ജോയിന്റ് രജിസ്ട്രാർമാർ കൂടി ഉള്ള ഡയറക്ഷൻ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിന്ന് 2000 കോടി രൂപ കടമെടുക്കണമെന്നാണ്. എന്നിട്ട് ഒരു വശത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാന്ന് പറയാം. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന, കടത്തിന്റെ കാണാകായങ്ങളിലേക്ക് കേരളത്തെ തള്ളിയിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സ്റ്റേറ്റ് നിൽക്കുന്നത്. ഇതൊന്നുമില്ലെന്ന് പറയാം. ഇപ്പൊ പ്രഖ്യാപിച്ചത് ഇനി ഇലക്ഷൻ വരെയെങ്കിലും കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ കാശിന് വേണ്ടി കിടന്ന് ഓടുന്നത്. വീണ്ടും ഇത്രയും മേടിച്ചത് പ്രഖ്യാപിച്ചതല്ലേ, 2500 രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 4.5 കൊല്ലം 1 രൂപ പോലും കൊടുത്തില്ല. 4.5 കൊല്ലം കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച 2000 രൂപയ്ക്ക് അത് കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ വേണ്ടി ഇപ്പതേ വേറെ 2000 കോടി ബാങ്കിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോവാ. അതാണ് സ്ഥിതി കേരളത്തിന്റെ. പച്ചക്കള്ളമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. പുറത്ത് യാഥാർത്ഥ്യമല്ല, സത്യമല്ല, വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് പുറത്തു പറയുന്നത്, അകത്ത് വേറെ.